ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടു ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പുതിയൊരു ഡിഷുമായാണ് ഞാൻ വന്നിരിക്കുന്നത്, ഫാഷൻ ഫ്രൂട്ട് ചമ്മന്തി. നമുക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, തേങ്ങ ചിരകിയത്, കാന്താരിമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 അല്ലി ചുവന്നുള്ളി, ഇഞ്ചി 2 കുഞ്ഞു കഷ്ണം, കാന്താരിമുളക് 2-3 നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാം. ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഒരു 2 എണ്ണമാണ് ഇടുന്നത്. എരിവ് വേണ്ടവർക്ക് ഒരു 3 എണ്ണം ആക്കാം, അല്ലെങ്കിൽ സാധാ പച്ചമുളക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് വേണമെങ്കിലും ഇടാം. കാന്താരിമുളക് ആകുമ്പോൾ കൊളസ്ട്രോളിനും നല്ലതാണ്. അതുകൊണ്ട് പിന്നെ ചമ്മന്തിക്ക് കുറച്ചുകൂടി ടേസ്റ്റി കാന്താരിമുളകാണ്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ വരെ ആവാം തേങ്ങ ചിരകിയത്. 3 ടീസ്പൂൺ തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് ആവശ്യമായ പൾപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂണാണ് പൾപ്പ് ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ പുളിക്ക് അനുസരിച്ച് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് 3 ടീസ്പൂൺ വെച്ച് നമുക്ക് അരച്ച് നോക്കാം. പുളി കുറവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി 1 ടീസ്പൂണും കൂടി ചേർക്കാം. നമുക്കിതിനി അരച്ചിട്ട് വരാം. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം, എന്നാലാണ് അതിൻ്റെ സ്വാദ്. കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ അരച്ച് തയ്യാറാക്കി വന്നിട്ടുണ്ട്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഫാഷൻ ഫ്രൂട്ട് ചമ്മന്തി. ഫാഷൻ ഫ്രൂട്ട് പഴമായി കഴിക്കാം, ജ്യൂസായിട്ട് കഴിക്കാം, കുടിക്കാം. അതേപോലെ തന്നെ ചമ്മന്തിയുടെ രൂപത്തിലും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ പുളിയും ഒരു ചെറിയ മധുരവും എരിവും 3ഉം കൂടി ചേർന്ന ഒരു സ്വാദിഷ്ടമായൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത ദിവസം ഞാൻ പുതിയൊരു ചമ്മന്തിയുമായി വരുന്നതാണ്. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയുള്ള ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.